ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിവിടെ ഒരു മാങ്ങ കിട്ടി കേട്ടോ. ഹൗസ് ഓണർ മാങ്ങ പറിച്ചപ്പോഴത്തേക്ക് പൊന്നൂസിന് പച്ചയ്ക്ക് കഴിക്കാൻ കൊടുത്തതാണ്. പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് പച്ച മാങ്ങയൊക്കെ കഴിക്കുന്നത്, ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. മാങ്ങ, നെല്ലിക്ക, പിന്നെന്താ പൈനാപ്പിള്, അങ്ങനെ എന്ത് കിട്ടിയാലും അതങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിക്കാനാണ് പൊന്നൂസിന് ഇഷ്ടം. അപ്പോൾ ഞാൻ പൊന്നൂസിനോട് പറഞ്ഞു, പൊന്നൂസ ഇന്ന് എന്തായാലും നീ എപ്പോഴും ഇങ്ങനെ മുളക് പൊടി ഉപ്പും കൂട്ടിയല്ലേ കഴിക്കുന്നത്, ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഞാനൊന്ന് ചെയ്തു തരാമെന്ന്. എന്നാൽ ഓക്കെ ഉമ്മി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ മാങ്ങ വാങ്ങിച്ച് ഇവിടെ വെച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാനതങ്ങോട്ട് ചെത്തി അങ്ങോട്ട് മിനുക്കി നന്നായിട്ട് അങ്ങോട്ട് കൊത്തി അരിഞ്ഞേട്ടാ, നല്ല പോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കുകയാണ്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനലവധിക്കാലമായ ഇതൊക്കെ തന്നെയായിരുന്നു അല്ലേ എല്ലാവരുടെയും ഹോബീസ്. മാങ്ങ തിന്നാനും പുളി തിന്നാനും നെല്ലിക്ക തിന്നാനും ഒക്കെ. ഞങ്ങൾക്ക് മദ്രസയിൽ പോകുമ്പോൾ അവിടെ ഒരു വീടുണ്ടായിരുന്നു, വിളയൽക്കാരുടെ വീടെന്ന് പറയും, മട്ടക്കാവിൽ. അവിടെ മദ്രസയുടെ തൊട്ടടുത്തൊക്കെയാണ്. അങ്ങനെ കുട്ടികളെല്ലാം കൂടെ മദ്രസ ക്ലാസ് തുടങ്ങും മുമ്പേ പോകുമായിരുന്നു കേട്ടോ, മാങ്ങ പറിക്കാനും പുളി പറിക്കാനും ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ കുട്ടിക്കാലത്തൊക്കെ നന്നായിട്ട് കഴിക്കും. പക്ഷേ ഇപ്പോഴൊക്കെ പല്ലിനൊക്കെ പുളിപ്പായി കേട്ടോ. എന്നിട്ട് ഞാൻ ഈ മാങ്ങ അങ്ങോട്ട് കൊത്തി അരിഞ്ഞിട്ട് അതിനാവശ്യമായ ഉപ്പും അങ്ങോട്ട് ചേർത്ത്, കുറച്ച് മുളക് പൊടിയും ചേർത്ത്, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കേട്ടോ. അപ്പോൾ എപ്പോഴും കുട്ടികൾ തിന്നുന്ന ഉപ്പും മുളക് പൊടിയും മാത്രം കൂട്ടിയിട്ടല്ലേ. അപ്പോൾ ഞാൻ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് വീട്ടിൽ യൂസ് ചെയ്യാറ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ആ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വിരകി നല്ല ഇതാക്കി കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ കപ്പലോടും കേട്ടോ. പക്ഷേ ഇപ്പം എന്താ ചെയ്യാനാ, പല്ലിനൊക്കെ ഇനാമലൊക്കെ നഷ്ടപ്പെട്ടിട്ട് പുളിപ്പായി തുടങ്ങിയേക്കുന്നു. അപ്പം മാങ്ങയൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതി ഉണ്ടാവും കഴിക്കാൻ കേട്ടോ. പണ്ടൊക്കെ എൻ്റെ സഹോദരിയൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു ഈ ഐറ്റംസൊക്കെ. പക്ഷേ ഞാൻ കഴിക്കും, പക്ഷേ എന്നാലും ഒരുപാട് എനിക്കങ്ങോട്ട് ഇപ്പോഴും അത്ര ഇഷ്ടമല്ല കേട്ടോ പുളിയുള്ള വസ്തുവിനോട്. പിന്നെ ഈ പുളി പറക്കി കഴിക്കുമായിരുന്നു, പിഴുപുളി ഉണ്ടല്ലോ, തോടോട് പറിച്ചിട്ട് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട് പണ്ട് ഉപ്പൊക്കെ കൂട്ടിയിട്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു വേറെ കിടുക്കാച്ചി ആയിട്ടാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ആ വെളിച്ചെണ്ണയും ആ ഉപ്പും ആ മുളകും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വരി അവർക്കൊരു എന്താ പറഞ്ഞാൽ ഈവനിങ്ങിൽ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതൊന്ന് കഴിക്കാൻ കൊടുത്തപ്പോൾ നിമിഷ നേരം കൊണ്ട് ഇത് ഫിനിഷ് ചെയ്ത് എൻ്റെ ഈ പാത്രം കാലിയാക്കി തന്നു കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അത്ര ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ ചോദിച്ചു, എന്താ കുട്ടികളെ പെട്ടെന്ന് കഴിച്ചല്ലോ എന്ന്. ഞാൻ കരുതി ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ച് നമുക്ക് കിട്ടുമെന്നൊക്കെ വിചാരിച്ച്. എവിടെ എല്ലാവരും ആദ്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇത്തിരി എടുത്ത് നോക്കി, കൊള്ളാമോ ഉമ്മച്ചി ചെയ്തത് ഇനി എങ്ങനെ ടേസ്റ്റ് ആദ്യമായിട്ടല്ലേ ചെയ്തൊന്ന് കഴിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. പിന്നെ അങ്ങോട്ട് അക്സാക്കുട്ടിയും അപ്പൂസും പൊന്നൂസും ഒക്കെ അങ്ങോട്ട് വാരി കഴിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ മൂന്നാളെ അവിടെ ഇരുത്തിയിട്ട് തറയിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് കഴിച്ചിട്ട് ഞാൻ ഒന്ന് കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് അവരുടെ കൂടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ കിച്ചണിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പം കാലിപാത്രമായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും.